വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. ഞാനടക്കമുള്ള നമ്മളെ മുഴുവനും ചിന്തിക്കേണ്ട വിഷയമാണ്. അവസരങ്ങളൊക്കെ നമുക്ക് മുമ്പിൽ തുറന്നിരിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു സമയം, ഒരു മിനിറ്റ് പോലും ഒഴിവില്ലാതെ പുറത്തിറങ്ങിയാലും അവസരമാണ്, അങ്ങാടിയിലിറങ്ങിയാലും തെറ്റ് ചെയ്യാൻ അവസരമാണ്, ഒറ്റക്കൊരു റൂമിന്റെ അകത്തിരിക്കുകയാണെങ്കിലും തെറ്റ് ചെയ്യാൻ അവസരമാണ്. നല്ല മൊബൈലുണ്ടെങ്കിലും, സാധാരണ കോൾ വിളിക്കാൻ പറ്റുന്ന മൊബൈലുണ്ടെങ്കിലും തെറ്റ് ചെയ്യാൻ അല്ലാഹു നമ്മുടെ മുമ്പിലേക്ക് അവസരങ്ങൾ എറിഞ്ഞു തരികയാണ്. അല്ലാഹു നമ്മുടെ മുമ്പിലേക്ക് തെറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ തരുമ്പോ ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി തെറ്റ് ചെയ്യുന്ന പലരും ചിന്തിക്കാറുണ്ടല്ലോ, എന്നെ അല്ലാഹു ഒരു പ്രശ്നത്തിലും കുടുക്കിയില്ലല്ലോ, ഞാൻ എത്ര തെറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ എത്ര ഹറാമ് ചെയ്യുന്നുണ്ട്, എത്ര കള്ള് കുടിക്കുന്നുണ്ട്, എത്ര വ്യഭിചരിക്കുന്നുണ്ട്, എത്ര ഫസാദുകൾ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട്, എത്ര തവണയാണ് ഞാൻ മോഷണം നടത്തിയത്, പക്ഷേ ഇന്നവരെ അല്ലാഹു എന്നെ കുടുക്കിയിട്ടില്ല, ഇന്നവരെ അല്ലാഹു എന്നെ കുടുക്കിയിട്ടില്ല. അത് തെറ്റാണ് മോനെ, അത് പെട്ടിത്തമാണ് മോളെ, അത് പരാജയത്തിന്റെ ചിന്തയാണ്. പ്രിയപ്പെട്ടവരെ, തെറ്റ് ചെയ്യാൻ അല്ലാഹു നമുക്ക് അവസരം തരുന്നത് റബ്ബ് നമ്മെ പരീക്ഷിക്കുകയാണ്. അല്ലാഹു നമുക്ക് തെറ്റ് ചെയ്യാൻ അവസരങ്ങൾ തരുമ്പോ, അല്ലാഹു നമുക്ക് തെറ്റ് ചെയ്യാൻ അവസരങ്ങൾ തരുമ്പോ ആ അവസരങ്ങൾ മുഴുവനും പരീക്ഷണമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്റർനെറ്റുള്ള മൊബൈലുകൾ നമ്മുടെ കയ്യിലുണ്ടല്ലോ, ഗൂഗിളിൽ നമ്മൾ എന്ത് സെർച്ച് ചെയ്താൽ ലോകത്തിന്റെ ഏത് ഭാഗത്ത് എന്ത് നടക്കുന്നത് നമുക്ക് കാണാമല്ലോ. ഇന്ന് തന്നെ ലോകത്തിന്റെ നാനാഭാഗത്തിരുന്നുകൊണ്ട് അറിവിന്ദിലാവ് എന്ന ഈ പരിശുദ്ധമായ മജ്‌ലിസിനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത്, യൂട്യൂബിൽ സെർച്ച് ചെയ്ത് എത്ര ആയിരക്കണക്കിനുള്ള കുടുംബങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തും ലഭിക്കുമല്ലോ ചെറുപ്പക്കാരാ, എന്തും ലഭിക്കുമല്ലോ പ്രിയപ്പെട്ട പെങ്ങളെ, പക്ഷേ നമ്മൾ കാരണം നമ്മുടെ കുടുംബത്തിലുള്ള പ്രകാശം കെട്ടുപോവാൻ പാടുള്ള ചെറുപ്പക്കാരാ, നമ്മൾ കാരണം നമ്മുടെ കുടുംബത്തിലുള്ള പ്രകാശം മണയാ പാടില്ല ചെറുപ്പക്കാരാ, നമ്മൾ കാരണം നമ്മുടെ കുടുംബത്തിൽ അല്ലാഹു തന്ന പ്രകാശത്തിന്റെ, ഹിദായത്തിന്റെ, പ്രഭയുടെ, സന്മാർഗത്തിന്റെ, സന്തോഷത്തിന്റെ, സ്നേഹത്തിന്റെ, ഒരു ഐക്യത്തിന്റെ പ്രകാശം മണഞ്ഞു പോവാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, അറിവില്ലാവിന്റെ കുടുംബങ്ങളെ ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, നമ്മൾ ആ സ്വഭാവത്തിന്റെ ഉടമയാണെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. പക്ഷേ ചിലരെങ്കിലൊക്കെ അങ്ങനത്തെ സ്വഭാവമുള്ളവരില്ലേ? വേണ്ട പ്രിയപ്പെട്ടവരെ, വേണ്ട പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, ഇന്നവരെ ഒരു വാക്ക് പറഞ്ഞതുപോലെ കളവായിട്ടില്ലല്ലോ, മുത്തുനബി ഒരു വാക്ക് പറഞ്ഞതുപോലെ കളവായിട്ടില്ലല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ലാ യൻളുറുല്ലാഹു അസ്സ വജല്ല ഇലൈഹിം യൗമൽ ഖിയാമ. ആ കുടുംബത്തിലേക്ക് അല്ലാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കൂല, ആ കുടുംബത്തിലേക്ക് അല്ലാഹു സന്തോഷത്തിന്റെ നോട്ടം നോക്കൂല, ആ കുടുംബം തന്നെ അല്ലാഹു തിരിഞ്ഞു നോക്കൂല. ആ കുടുംബത്തിന്റെ കഥ പറയേണ്ട അറിയില്ല നമ്മള്. അതെന്തേ? അവിടെ മറ്റേ ചങ്ങായിണ്ട്, അവിടെ മറ്റോളുണ്ട്, ആ കുടുംബത്തെ മുഴുവൻ അങ്ങനെയാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, സ്വഹാബത്ത് ചോദിച്ചു, നബിയെ എങ്ങനെയാണ് നബിയെ ഒരു കുടുംബം മുഴുവനും അതിൽ തെറ്റുകാരാകുന്നത്? ഏതെങ്കിലും ഒരാളെ, ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്ത കാരണം കൊണ്ട് കുടുംബം മുഴുവനും എങ്ങനെയാണ് നബിയെ, ആ കുടുംബം മുഴുവനും അതിൽ തെറ്റുകാരായി മാറുന്നത് എങ്ങനെയാണ് നബിയെ? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തി തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് ആ കുടുംബത്തിലെ മറ്റുള്ളവർ അത് തിരുത്താതിരിക്കുമ്പോഴാണ് അവരും തെറ്റുകാരായി മാറുന്നതെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു.
ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയമല്ലേ പ്രിയപ്പെട്ടവരെ, എന്റെ സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ആലോചിച്ചു നോക്കിയേ നിങ്ങള്. നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ ഒരു തെറ്റ് ചെയ്യുമ്പോ തിരുത്താത്ത ഭർത്താവുണ്ടെങ്കിലേ, നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവ് തെറ്റ് ചെയ്യുമ്പോ തിരുത്താത്ത ഭാര്യയുണ്ടെങ്കിലേ, ആ കാരണം കൊണ്ട് നമ്മുടെ കുടുംബത്തിലേക്ക് അല്ലാഹുവിന്റെ ശാപം ഇറങ്ങുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാര് ചെയ്താണെങ്കിലും ശരി. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ തെറ്റ് ചെയ്താൽ തെറ്റ് ചെയ്തവർക്കല്ലേ ശിക്ഷ കിട്ടുന്നത്, നമുക്ക് എങ്ങനെയാ ശിക്ഷ കിട്ടുന്നത്? അതൊരു നമ്പർ 1 ചോദ്യമാണ്. പക്ഷെ മുത്തു റസൂലുള്ള പറയുന്നത്, ഒരാൾ തെറ്റ് ചെയ്യുമ്പോ ആ തെറ്റ് കുടുംബത്തിലെ ആളുകൾ തിരുത്തി കൊടുത്തിട്ടില്ല എങ്കിൽ അവര് മുഴുവനും തെറ്റുകാരാണ്. നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാണ്. മാഷാ അല്ലാഹ്. ഇനി നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ മക്കള് സിനിമ കാണുന്ന മക്കള് വീട്ടിലുണ്ട് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. സീരിയല് കാണുന്ന സഹോദരിമാരെ ഇപ്പൊ ആരുമില്ല കേട്ടോ, ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ സീരിയലൊക്കെ എടുത്തു പോയി. ഇപ്പൊ അറിവിനിലാവിന്റെ ഫാമിലിയായി മാറിയില്ലേ. എല്ലാരും വിളിക്കുമ്പോൾ ഉസ്താദേ ഞങ്ങൾ അറിവിനിലാവിന്റെ കുടുംബ. മാഷാ അല്ലാഹ്, അത് കേൾക്കുമ്പോൾ തന്നെ സന്തോഷമാണ്. അള്ളാഹു അറിവിനിലാവിന്റെ കുടുംബത്തിന് ബർക്കത്ത് ചെയ്യട്ടെ, സന്തോഷം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. ഞാനിപ്പോ ഇന്ന് മടവൂരിന്ന് അവിടുന്ന് പ്രഭാഷണം കഴിഞ്ഞ് പോന്നപ്പോ ചില ആളുകൾ ചോദിച്ചു, ഉസ്താദേ പിന്നെ സമയം കുറെ ആവൂല ഇനി വീട്ടിലെത്തുമ്പോ, ലൈവ് ഇപ്പൊ നടക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് സാധാരണ ലൈവല്ല, മഹാനായ ശൈഖുനാ സി.എം. വലിദായി തങ്ങളെ ഹളറത്ത് നിന്നല്ലേ പോണത്. ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഇൻഷാ അല്ലാഹ് സമയം എത്ര വൈകിയാൽ അതിൽ കാത്തിരിക്കും എന്ന് പറഞ്ഞു. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അഹങ്കാരം പറഞ്ഞല്ലോ, സംഗതി അങ്ങനെ തന്നെയല്ലേ. അള്ളാഹു മടവൂർപ്പാപ്പാന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ കുടുംബത്തിന് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, സന്തോഷം നൽകട്ടെ, ബറക്കത്ത് ചെയ്യട്ടെ, റാഹത്ത് നൽകട്ടെ. ഇന്നും വന്നിരുന്നു അറിവിനിലാവിന്റെ ഒരു കുടുംബം മടവൂരിലേക്ക് സങ്കടം പറഞ്ഞുകൊണ്ട്. റബ്ബേ, ആ പ്രിയപ്പെട്ട ഉമ്മയും ആ പ്രിയപ്പെട്ട കുടുംബവും വന്നിട്ട് ഒരുപാട് സങ്കടം പറഞ്ഞു, ഒരുപാട് കരഞ്ഞു അവര്. അള്ളാഹുവേ, അള്ളാഹുവേ, അവർക്ക് നീ സലാമത്ത് കൊടുക്കണമല്ലാ. മടവൂർ ശൈഖുനാനെ കൊണ്ട് അവരുടെ മുറാദുകൾ മുഴുവനും നീ ഹാസിലാക്കണേ റഹ്മാനെ. അള്ളാഹുവേ, അങ്ങനെ അറിവിനിലാവിന്റെ എത്രയോ കുടുംബങ്ങളുണ്ട്, അവർക്കൊക്കെ അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, ബറക്കത്ത് ചെയ്യട്ടെ. പറഞ്ഞു വരുന്നത്, ഇപ്പോ അറിവിനിലാവ് തുടങ്ങിയത് മുതൽ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് അറിവിനിലാവ് മാത്രമല്ല, ഒരുപാട് ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെയും തങ്ങന്മാരുടെയും ക്ലാസ്സുകൾ തുടങ്ങിയത് മുതൽ ഇപ്പൊ സീരിയലും സിനിമയൊക്കെ ഏകദേശം എടുത്തു പോയിട്ടുണ്ട്. എന്നാലും എവിടെയൊക്കെയോ ഇല്ലായ്മ ഇല്ല. ചില വീട്ടിലൊക്കെ ഉണ്ടാവും സിനിമയും സീരിയലൊക്കെ, ചില വീടുകളിലൊക്കെ. നമ്മുടെ വീടുകളിൽ അങ്ങനെ ഉണ്ടാവരുത്, നമ്മുടെ വീടുകളിൽ അങ്ങനെ ഉണ്ടാവരുത്. അപ്പൊ ആരെങ്കിലും അങ്ങനെ സിനിമ കാണുന്നുണ്ടെങ്കിൽ, അത് കൊച്ചു ടി വി അല്ലേ, എന്ത് കൊച്ചു ടി വി, ഈ കൊച്ചു ടി വിയിലെ കാണുന്നത് പിന്നെന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ചെറിയ മക്കൾക്ക് നിങ്ങൾ കൊച്ചു ടി വി എന്ന് പറഞ്ഞ് തുറന്നിട്ട് കൊടുക്കും. ഞാൻ നിങ്ങൾ അധിക്ഷേപിക്കാൻ വേണ്ടി പറയല്ല, പക്ഷെ അതിലൂടെയൊക്കെ എത്രയോ ഹറാമിയത്ത് ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്. അതിന് മക്കൾ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ്. ഇപ്പൊ പബ്ജി ഗെയിമിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കളി ഇങ്ങനെ തുറന്നു കൊടുക്കൂലേ. അങ്ങനെയാണ്. ഒരു ഗെയിമിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ഗെയിം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അതങ്ങനെയാണ്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മാറാൻ നമ്മൾ ശ്രമിക്കണം. അപ്പൊ സീരിയലും സിനിമയും അത് കാണാനും, അത് കാണാതെ ഉറക്കം വരൂല. കൊച്ചു ടി വി കാണാതെ ഇങ്ങോട്ട് ഉറങ്ങൂല എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞിട്ട് മക്കൾ ഇങ്ങനെ കരയും. അപ്പൊ ഇങ്ങനെ റിമോട്ട് ഇങ്ങനെ അടുത്തോട്ട് ഭക്ഷണം ഇങ്ങനെ ഒഴിക്കൊടുക്കും. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ചെറിയ നമ്മുടെ വീട്ടിൽ മക്കൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തിരുത്തേണ്ടത് ഉമ്മയുടെ കടമയാണ്, ബാപ്പയുടെ കടമയാണ്. അതെ, ഓനൊക്കെ പോത്തോളം വളർന്ന് ഇനി പോൻ ഉപദേശിച്ച് നടക്കാം. അങ്ങനെ പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, അവരിലേക്ക് എന്നാ പറഞ്ഞത്, അവനിലേക്ക് എന്നല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് സമാധാനിക്കേനി. അങ്ങനെ ഇപ്പൊ ഒരാള് സിനിമ കാണുന്നുണ്ട്, ഒരാള് സീരിയൽ കാണുന്നുണ്ട്, ഒരാൾ കള്ളി കുടിക്കുന്നുണ്ട്. മുത്തുനബി പറഞ്ഞത് ലാ യൻദുറുല്ലാഹു ഇലൈഹി എന്നല്ലല്ലോ, അവനിലേക്ക് അള്ളാഹു നോക്കൂല എന്നല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതും പറഞ്ഞ് സമാധാനിക്കാനല്ലേ. ഓനല്ലേ, ഓൻ ചെയ്തതിനോ അനുഭവിച്ചോട്ടെ. പക്ഷെ മുത്തുനബി പറഞ്ഞത് എന്താ? ലാ യൻദുറുല്ലാഹു അസ്സ വജൽ ഇലൈഹിം, അവരിലേക്ക്, അവനുള്ള ആ കുടുംബങ്ങളിലേക്ക്. അപ്പൊ അവനെ തിരുത്തേണ്ടത് നമ്മുടെ കടമയാണ്. കള്ളു കുടിക്കുന്നവൻ, ഹറാം എടുക്കുന്നവൻ, പലിശ വാങ്ങുന്നവൻ, അതല്ലെങ്കിൽ ആൻസ് ഉപയോഗിക്കുന്നവൻ, കഞ്ചാവ് വലിക്കുന്നവൻ ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ അവരെ തിരുത്തൽ നമ്മുടെ ബാധ്യതയാണ്. ചില മാതാപിതാക്കളൊക്കെ പറയും, ചില വീട്ടുകാരൊക്കെ പറയും, അവർക്കൊക്കെ അത്ര വയസ്സായാലും ഉസ്താദേ ഇനി അവര് വേണമെങ്കിൽ അവരെ വാർഡ് നോക്കിക്കോട്ടെ. അങ്ങനെയല്ല, അങ്ങനെ നോക്കാൻ വിടരുത്. അങ്ങനെ നോക്കാൻ വിടരുത്. അവരെ കൃത്യമായി നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. നമ്മുടെ കടമയാണത്, നമ്മുടെ കടമയാണ്. വീട്ടിൽ സുബഹി നിസ്കരിക്കാതെ കിടന്ന മക്കളുണ്ടെങ്കിൽ നമ്മളൊക്കെ അതിൽ കുറ്റക്കാരാണ്.
വീട്ടിലെ നമസ്കാരം കണ്ണാക്കി ഉറങ്ങുന്ന മക്കളുണ്ടെങ്കിൽ നമ്മൾ മുഴുവനും അത് തെറ്റുകാരാണ്, മുഴുവനും കുറ്റക്കാരാണ്, ഒരു സംശയവുമില്ല. കുടുംബത്തിന്റെ സന്തുഷ്ട കുടുംബം അറിവിനിലാവിലൂടെ ചർച്ച ചെയ്യുമ്പോൾ ഓരോ ഭാഗങ്ങളും നമുക്ക് ചർച്ച ചെയ്യണം. ഭാര്യ എങ്ങനെയാണ്, ഭർത്താവ് എങ്ങനെയാണ്, അങ്ങനെയാണ്, ആ മക്കൾ എങ്ങനെയാണ്, അങ്ങനെ പറഞ്ഞിട്ട് ചർച്ച ചെയ്തിട്ട് വെറുതെ നിർത്തിയല്ല നമ്മൾ വേണ്ടത്. കുടുംബജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങളും ചർച്ച ചെയ്യണം, ഓരോ ഭാഗങ്ങളും. പുരുഷന്മാരെങ്ങനെ, സ്ത്രീകൾ എങ്ങനെ, ഭാര്യമാരെങ്ങനെ, ഭർത്താക്കന്മാരെങ്ങനെ, ഭാര്യമാർ ഭർത്താക്കന്മാരോടെങ്ങനെ, ഭർത്താക്കന്മാർ ഭാര്യമാരോടെങ്ങനെ, അവരുടെ മാതാപിതാക്കളോടെങ്ങനെ, ഇവരുടെ മാതാപിതാക്കളോടെങ്ങനെ, എല്ലാം ചർച്ച ചെയ്യണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മാഷാ അല്ലാഹ്, പല കുടുംബങ്ങളും സന്തോഷം പറയാറുണ്ട്. ഉസ്താദേ, ഞങ്ങളെ കുടുംബത്തിനുള്ള സമാധാനമാണ്, സന്തോഷമാണ്, റാഹത്താണ്. എത്രയോ അറിവുകൾ പഠിച്ചെടുത്തുകൊണ്ട് കുടുംബജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. റബ്ബേ, ഈ കുടുംബത്തെ മുഴുവനും നീ അനുഗ്രഹിക്കണം അല്ലാഹ്, നീ അനുഗ്രഹിക്കണം അല്ലാഹ്, നീ അനുഗ്രഹിക്കണം അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ ഹദീസ് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. വൽ മർഅത്തുൽ മുതറജ്ജില, മറ്റുള്ളവന്റെ മുമ്പിൽ ശരീരത്തിൽ അഴക് കാണിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയുണ്ടോ? മറ്റുള്ളവരുടെ മുമ്പിൽ ശരീരത്തിൽ സൗന്ദര്യം പ്രകടിപ്പിക്കുന്നവരുണ്ടോ? ഹറാമിയത്ത് കാണിക്കുന്ന പെണ്ണിന്റെ മുമ്പിൽ ഹറാമിയത്തിന്റെ ശരീരം കാണിച്ചു കൊടുക്കുന്ന ചെറുപ്പക്കാരൊരു കുടുംബത്തിലുണ്ടോ? ലാ യൻദുറുല്ലാഹു ഇലൈഹിം, അവരിലേക്ക് അല്ലാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കൂല. അത് വേഷത്തിലൂടെയാണെങ്കിലും സംസാരത്തിലൂടെയാണെങ്കിലും സമീപനത്തിലൂടെയാണെങ്കിലും ആ കുടുംബത്തിലേക്ക് അല്ലാഹു റഹ്മത്ത് കൊടുക്കൂല. ആ കുടുംബം പരലോകത്തെ പരാജയപ്പെട്ടു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അറിവിനിലാവുള്ള കുടുംബങ്ങളെ, നമ്മളെ പരലോകത്തെ പരാജയപ്പെടരുതേ, നമ്മളെ പരലോകത്തെ പരാജയപ്പെടരുതേ. നമ്മുടെ കുടുംബം പരലോകത്തെ പരാജയപ്പെടാൻ പാടില്ല. വളരെ ഗൗരവത്തോടെ, വളരെ ശ്രദ്ധയോടുകൂടി, വളരെ ബഹുമാനത്തോടുകൂടി ഈ ഹദീസിനെ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ സ്വീകരിക്കണേ.